സ്വർഗസ്വനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ വായിക്കും തോറും വചനത്തിൻ്റെ മർമ്മങ്ങളെയൊക്കെ ഗ്രഹിക്കുവാനും വചന സത്യങ്ങളെ മനസ്സിലാക്കുവാനുമൊക്കെയായി കൂടുതലായിട്ട് കഴിയുന്നുണ്ട്. കാരണം 5-6 വർഷമായി ശബത്ത് എന്ന സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയത് മുതൽ പല പ്രശ്നത്തിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത്. പല പ്രശ്നങ്ങളും അതിജീവിച്ച് പോവുകയാണ്. കാര്യം സാമ്പത്തികമായും രോഗങ്ങളാലും പല പ്രശ്നങ്ങളാലും ഇങ്ങനെ ഈ ദൈവരാജ്യത്ത് ആരെയും കടത്താതിരിക്കാൻ ആ പിശാചിൻ്റെ തന്ത്രം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ പൂർണ്ണമായി കഴിയുന്നുണ്ട്. കാര്യം ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവൻ 2 വള്ളത്തേലും ചവിട്ടി യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഒന്നിൽ ദൈവരാജ്യത്ത് ദൈവവചനത്തെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ലോകരാജ്യത്ത് ആ ലോകത്തെ ഇഷ്ടം ചെയ്ത് ലോകപ്രകാരം ജീവിക്കേണ്ടതായിട്ട് വരും. ഈ 2 വള്ളത്തിൽ ചവിട്ടി യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം ദൈവത്തെ അറിയുന്ന ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ അവൻ ദൈവകൽപ്പനകൾ അനുസരിക്കണം. ലോകപ്രകാരം ജീവിച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ശബത്ത് എന്ന സ്വസ്ഥത ശനിയാഴ്ച ദിവസമാണ്. ആ ശനിയാഴ്ച ദിവസത്തെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല ജോലികളും കാര്യങ്ങളുമൊക്കെ ശനിയാഴ്ച ദിവസമാണ്. എൻ്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു. പ്രൈവറ്റ് ബാങ്കിൽ കൊണ്ടിട്ട് പണം മുഴുവനും പോയി. ശനിയാഴ്ച ദിവസം ഇനി അത് തരുവാൻ അവൻ തുനിഞ്ഞ് ആ പൈസയും കൊണ്ട് വന്നാൽ പോലും ആ ശനിയാഴ്ച ദിവസം എന്ന് പറയുന്ന ആ സ്വസ്ഥത ദിവസം, ഒരു കൊടുക്കു വാങ്ങലോ യാതൊന്നുമില്ലാത്ത ദിവസം എത്ര പണം തന്നാലും വാങ്ങുവാൻ ഞാൻ തയ്യാറല്ല. കാര്യം ദൈവം പറഞ്ഞിരിക്കുന്ന ആ സ്വസ്ഥത ഈ ലോകത്തും വരുവാനുള്ള ലോകത്തും ആ സ്വസ്ഥത ആവശ്യം തന്നെയാണ്. ഈ ശബത്തിൽ പ്രവേശിച്ച് മുന്നോട്ട് പോകുമ്പോൾ പല പ്രശ്നങ്ങളും ആ പിശാച് കൊണ്ടുവരുന്നുണ്ട്, വഴി തെറ്റിച്ച് കളയാൻ. ഇപ്പം 2 വള്ളത്തിൽ ചവിട്ടി യാത്ര ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, അങ്ങനെ ജീവിച്ചു പോയാൽ ദൈവരാജ്യത്ത് ഉറച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. വചനങ്ങൾ വായിച്ച് സത്യങ്ങളെ മനസ്സിലാക്കിയപ്പോൾ ഈ കൽപ്പന അനുസരിക്കണമെന്നും ഇതിൽ ഉറച്ചു നിൽക്കണമെന്നും എനിക്ക് പൂർണ്ണ ബോധം വന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ ഗ്രഹിക്കുവാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വചന സത്യങ്ങളെ മനസ്സിലാക്കിയപ്പോൾ ഒന്നെനിക്ക് മനസ്സിലായി, പല ജോലികളിലും അകപ്പെടാൻ പറ്റത്തില്ല. ഞാൻ പണ്ട് സൗദി അറേബ്യയിൽ 5-6 വർഷം ജോലി ചെയ്തതാണ്. അവിടെ വെള്ളിയാഴ്ച ദിവസമാണ് അവധി കിട്ടുന്നത്. പക്ഷെങ്കിൽ ഈ കൽപ്പന അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ദൈവത്തിൻ്റെ സ്വസ്ഥതയെന്ന് പറയുന്നത് വെള്ളിയാഴ്ച സന്ധ്യ മുതൽ ശനിയാഴ്ച സന്ധ്യ വരെയാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ നമ്മൾ അവധിയെടുത്ത് ഇരിക്കുകയാണെങ്കിൽ ഒരു കമ്പനിക്കാരോ ഒരു ജോലിയും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കാര്യം ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ഈ ലോകപ്രകാരം ജീവിക്കാൻ പറ്റത്തില്ല.
അത് കാരണം ഇപ്പോഴെനിക്ക് ശനിയാഴ്ച ദിവസത്തെ എന്ത് ജോലി തന്നാലും, അല്ലെങ്കിൽ ഇനി ഒരു 5 ലക്ഷം രൂപ മാസം ശമ്പളം തന്നാലും ഞാൻ ഈ സ്വസ്ഥത വിട്ട് ഒരു പരിപാടിയും ഇല്ല. കാര്യം ഇത് ദൈവിക സ്വസ്ഥതയാണ്. അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവമായ ഇസ്രായേലിൻ്റെ ദൈവം പറഞ്ഞിരിക്കുന്നത് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. കൽപ്പനയാണിത്. 10 കൽപ്പനയിൽ 4-ാം കൽപ്പനയാണിത്. ഇതിപ്പോൾ യഹൂദന്മാരെഴുതിയിരിക്കുന്ന ബൈബിള്, ഇസ്രായേലിൽ യഹൂദന്മാരെഴുതിയിരിക്കുന്ന ബൈബിളാണ് ക്രിസ്ത്യാനികളിലൊക്കെ ഇരിക്കുന്നത്. ഈ ശബത്ത് തള്ളിക്കളഞ്ഞു, അതിനും ഇല്ല എന്ന് വിചാരിച്ച് ഈ ലോകപ്രകാരം ജീവിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഈ ദൈവത്തെ അറിയുവാൻ ഒരിക്കലും പറ്റത്തില്ല. കാര്യം പണം മോഹിച്ച് ദ്രവ്യാഗ്രഹ മോഹങ്ങളാൽ സുവിശേഷം പറയുന്നവർക്കൊന്നും ഈ വെളിപ്പാട് കിട്ടത്തില്ല. ഈ വചന സത്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല എന്നെനിക്ക് പൂർണ്ണമായി മനസ്സിലായി. കാര്യം ഈ സ്വസ്ഥതയിൽ കയറിയപ്പം മുതൽ പല പ്രശ്നത്തിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ പ്രശ്നങ്ങൾ 4 വശത്തൂടെയും പ്രശ്നമാണ്. അതിൻ്റെ മധ്യത്തിൽ കൂടെ സന്തോഷത്തോടെ നടന്നു പോകാൻ കഴിയുന്നുണ്ട്, സമാധാനത്തോടെ നടന്നു പോകാൻ കഴിയുന്നുണ്ട്. പല രോഗങ്ങളും സൗഖ്യമാകുന്നു. ഓരോ ദിവസവും അതിശയമായി ദൈവം നടത്തുന്നു. കൂടുതൽ സമ്പാദിച്ച് പണമുണ്ടാക്കി ജീവിച്ചാൽ ഈ ലോകപ്രകാരം ജീവിക്കണം. ലോകപ്രകാരം ജീവിച്ചാൽ ദൈവത്തെ അറിയുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഈ ലോകപ്രകാരം എല്ലാ രീതിയിലും ജീവിക്കാൻ പറ്റത്തില്ല എന്ന് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലായി. കാര്യം ലോകത്തെ സ്നേഹിച്ചാൽ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴീ കൽപ്പന അനുസരിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പലർക്കും ജോലികളൊക്കെ ശനിയാഴ്ച ദിവസമാണ്. സാമ്പത്തികമായിട്ട് വല്ലതും കിട്ടണമെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസം ജോലി ചെയ്യണം, ലോകപ്രകാരം ജീവിക്കണം. അപ്പോൾ ദൈവമായിട്ടുള്ള യാതൊരു ബന്ധത്തിൽ കൂടെ പോകുവാൻ കഴിയത്തില്ല. യഹൂദന്മാരാണെങ്കിൽ എവിടെ പോയാലും അവർ ശനിയാഴ്ച ദിവസമാണ് അവരുടെ ആരാധന ദിവസം. ബൈബിളിൽ ഉടനീളം ശനിയാഴ്ച ദിവസത്തെയാണ് പറയുന്നത്. ശനിയാഴ്ച ദിവസം എന്ന് പറയുന്നുണ്ട് യഹൂദന്മാരെഴുതിയ ബൈബിളിൽ അവർക്കറിയാം എന്നാണിത് ആരാധിക്കേണ്ടത്. അവരെഴുതിയ വചനങ്ങളാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നതെങ്കിൽ യഹൂദന്മാരെഴുതിയ വചനങ്ങളും അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ വചനങ്ങളും ദിവസങ്ങളും സമയങ്ങളും പേരുകളും ഒക്കെ അവർക്കാണ് ഇതെല്ലാം വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. അതിനെയെല്ലാം മാറ്റി ഈ ലോകത്തെ പ്രഭുവായ ദൈവം അവൻ വളരെ തെറ്റിച്ച് ഈ മലയാളത്തിൽ തർജ്ജിമ ചെയ്തിരിക്കുന്ന അതിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോഴിത് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരവിടെ ശനിയാഴ്ച ദിവസമാണ് ആരാധിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ദിവസം പൂർണ്ണമായി റെസ്റ്റ് എടുക്കുക, യാതൊരു ജോലിയിലോ ഇനിയും കോടികൾ പണം തരാമെന്ന് പറഞ്ഞാലോ അതിലൊന്നും അകപ്പെടാതെ ആ ശനിയാഴ്ച ദിവസത്തെ പൂർണ്ണമായി 5-6 വർഷമായി ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും സമാധാനത്തോടെ നടക്കുവാൻ കഴിയുന്നുണ്ട്. കാര്യം ചെറുപ്പം മുതലേ
കഷ്ടതയും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് വളർന്നു വന്നതുകൊണ്ട് ഈ ഒന്നുമല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ദൈവരാജ്യത്ത് കടക്കണമെന്നെങ്കിൽ അനേകം കഷ്ടങ്ങളിൽ കൂടെ കടക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ വചനം അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ വന്ന് സമൃദ്ധിയുടെ സുവിശേഷമാണ് ഈ ലോകം മുഴുവനും ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത്. സമൃദ്ധിയുടെ സുവിശേഷം പറഞ്ഞ് സാധാരണപ്പെട്ടവനെയെല്ലാം തെറ്റിച്ച് കളയുന്നു. ഒന്നുമില്ലാതെ ഒന്നും ലഭിക്കാതെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാര്യം പകുതി ദൈവവും പകുതി ലോകവുമായിട്ട് ജീവിച്ചു പോകുന്നു. രണ്ട് വള്ളത്തെ കാല് ചവിട്ടി ജീവിച്ചു പോകുന്നു. അവർക്ക് ലോകത്തു നിന്നും ഒന്നും കിട്ടത്തില്ല, ദൈവത്തിങ്കൽ നിന്നും ഒന്നും കിട്ടത്തില്ല. കാര്യം രണ്ട് വള്ളത്തെ ചവിട്ടി യാത്ര ചെയ്താൽ ഒരിക്കലും ഒരു മനുഷ്യൻ എത്തേണ്ട സ്ഥലത്ത് എത്താൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ലോകപ്രകാരം ജീവിക്കാൻ പറ്റത്തില്ല. പല രീതിയിലും അവർക്കൊരു മാറ്റം വേണം. പണ്ട് ജീവിച്ച പോലെ മറ്റുള്ളവരെ പോലെ എല്ലാ രീതിയിലും ജീവിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. കാര്യം ഞാൻ പണ്ട് ജഡപ്രകാരം എന്തെല്ലാം പ്രവൃത്തികളൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത് ജീവിച്ചവനാണ്. ഒരു 5-6 വർഷമായി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അതിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിക്കുവാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി, ലോകപ്രകാരം ജീവിച്ചാൽ ദൈവമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല. കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവകൽപ്പനകൾ അനുസരിക്കണം. അതുകൊണ്ട് എല്ലാവരും ഈ ശബത്ത് ദിവസത്തെ ശുദ്ധീകരിച്ച ഈ ദിവസത്തെ മാനിക്കുക, അനുസരിക്കുക, ഈ കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്.